المدرسة الربانية كونوا ربانيين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ രചിച്ച ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അദില്ലതുഹ എന്ന വളരെ ലഘുവായ എന്നാൽ വളരെ ബൃഹത്തായ ഒരു റിസാലയാണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് വായിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകൾ, നിബന്ധനകൾ, അതേപോലെ തന്നെ വ അദില്ലതുഹ അതിനുള്ളതായ തെളിവുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു കലിമത്താണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ 5 അർക്കാനുകളുടെ മേലാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 കാര്യങ്ങളുടെ മേലാണ് ഇസ്ലാമിനെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന 2 വാക്യങ്ങൾക്കുള്ള ഷഹാദത്താണ്. അതിന് സാക്ഷ്യം വഹിക്കലാണ് ഒന്നാമത്തെ ഇസ്ലാമിൻ്റെ റുക്കിന്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ അർക്കാനുകളിൽ, അതിൻ്റെ തൂണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയാണ്. ഒരാൾ ദുനിയാവിലും ആഖിറത്തിലും അവൻ്റെ വിജയത്തിൻ്റെ നിദാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്, അതിനോട് അവൻ്റെ നിലപാടെന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുന്നുണ്ട്, താങ്കൾക്ക് മുമ്പ് ഒരു നബിയെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി അലൈഹി ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദു. ഞാനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരും തന്നെയില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ റസൂലിന്, നബിക്ക് വഹി നൽകിയിട്ടല്ലാതെ, അതുകൊണ്ട് എനിക്ക് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടല്ലാതെ ഒരു നബിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടില്ല. എല്ലാ അമ്പിയാക്കളും എല്ലാ മുർസലീങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യാനാണ് രംഗത്ത് വന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് ശരിയായി പഠിക്കൽ അനിവാര്യമാണ്. പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ ഈ 5 റുക്നുകൾ, ഇസ്ലാം കാര്യങ്ങൾ എന്നറിയപ്പെടുന്ന
അർക്കാനുൽ ഇസ്ലാം, അതിൽ ഷഹാദത്ത് ഒഴികെയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദത്തുള്ള ഷഹാദ സാക്ഷ്യവചനം, അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ധാരാളം പഠിക്കലുണ്ട്. നമസ്കാരത്തെ സംബന്ധിച്ച്, നമസ്കാരത്തിൻ്റെ ഷുറൂത്തുകളെ കുറിച്ച്, വുദൂഇനെ കുറിച്ച്, കുളിയെ സംബന്ധിച്ച്, തയമ്മുമിനെ സംബന്ധിച്ച്, അതേപോലെ തന്നെ അതിൻ്റെ വ്യത്യസ്തങ്ങളായ മസ്അലകൾ, നോമ്പിനെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ച്, ഇസ്ലാം കാര്യങ്ങൾ വളരെ വിപുലമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഒന്നാമത്തെ റുക്നായ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വളരെ വിരളമാണ്. അതിനും അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ചില നിബന്ധനകൾ പഠിപ്പിച്ചിട്ടുണ്ട്, ചില ഷുറൂത്തുകളുണ്ട്. വുദൂ ശരിയാകണമെങ്കിൽ എന്തെല്ലാം നിബന്ധനകളുണ്ടോ, നമസ്കാരം ശരിയാകണമെങ്കിൽ ചില ഷുറൂത്തുകൾ പഠിപ്പിക്കപ്പെട്ടതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണമെങ്കിൽ, അത് അല്ലാഹുവിൽ സ്വീകാര്യമാകണമെങ്കിൽ അതിനും ചില ഷുറൂത്തുകളുണ്ട്. വുദൂ മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളെ പോലെ, കുളി നിർബന്ധമാക്കുന്ന, കുളി ബാത്തുലാക്കി കളയുന്ന കാര്യങ്ങളെ പോലെ, നോമ്പും സക്കാത്തും ഹജ്ജുമെല്ലാം ബാത്തുലായി പോകുന്ന, ഫസാദായി പോകുന്ന കാര്യങ്ങളുള്ളതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹുമുണ്ട്. അതിന് ചില നവാഖിദുകളുണ്ട്, അതിന് മുറിച്ചു കളയുന്ന ചില കാര്യങ്ങളുണ്ട്, ചില മുൻഖിസാത്തുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറച്ച് കളയുന്ന, അതിനെ ദുർബലപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും ഉലമാക്കൾ ക്രോഡീകരിച്ചതാണ്. നമസ്കാരത്തിൻ്റെ ശുറൂത്തുകൾ ഖുർആനിൽ നിന്ന് ക്രോഡീകരിച്ചതുപോലെ നമസ്കാരത്തിന് 9 ഷർത്തുകളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ല, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടില്ല നമസ്കാരത്തിന് ഇതാ 9 ഷർത്തുകൾ. പിന്നെയോ നമസ്കരിക്കുന്ന ഒരാൾ വുദൂ ചെയ്യണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഖിബലക്ക് തിരിഞ്ഞു നിൽക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഔറത്ത് മറയ്ക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന ഈ നിബന്ധനകൾ ഉലമാക്കൾ ചെയ്തു, ക്രോഡീകരിച്ചു. ഇതെല്ലാം നമസ്കാരം ശരിയാകാനുള്ള നിബന്ധനകളാണ് എന്നതുപോലെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അത് സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ, അത് ശരിയായി തീരണമെങ്കിൽ ഇതിന് ചില നിബന്ധനകളുണ്ട് എന്ന് ഖുർആനിൽ നിന്ന് സുന്നത്തിൽ നിന്ന് ഉലമാക്കൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ നവാഖിദുകളുണ്ട്, അത് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട്, അതിനെ ദുർബലപ്പെടുത്തുന്ന, ബലഹീനമാക്കി കളയുന്ന കാര്യങ്ങളുണ്ട്. ഇത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് മുസ്ലിം സമൂഹം ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു ഫദ്ലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകൾ അദ്ദേഹം ക്രോഡീകരിച്ചിരിക്കുകയാണ് പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും. അത് മനസ്സിലാക്കിയാലേ ഉലമാക്കൾ അത് പറഞ്ഞു തന്നതുപോലെ മനസ്സിലാക്കിയാലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകൂ. മുൻകഴിഞ്ഞിരിക്കുന്ന ഉലമാക്കളും ഇത് പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഈ രീതിയിൽ ക്രോഡീകരിച്ചത് വലിയൊരു ഫദ്ലാണ്, തൗഫീഖാണ്. അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന വലിയൊരു ഫദ്ലാണ്. ഇമാം ഹസൻ റഹിമഹുല്ലാഹയോട്, താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതനാണ്, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഇന്ന ഉനാസൻ യഖൂലൂൻ, ചില ആളുകൾ പറയലുണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവനിതാ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ചില ആളുകൾ പറയലുണ്ട്. എന്താണ് അതിനെ സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്ന് ഇമാം ഹസൻ റഹിമഹുല്ലാഹയോട് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, പറയുക മാത്രമല്ല, ഫഅദ്ദാ ഹഖ്ഖഹാ, അതിനോടുള്ള ഹഖ്ഖിനെ വീടുകയും ചെയ്താൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അതിനോട് ചില ബാധ്യതകളുണ്ട്, ആ ബാധ്യതകളെ വീട്ടുകയും ചെയ്താൽ, വഫർദഹാ, അതിന് ചില അനിവാര്യ താല്പര്യങ്ങളുണ്ട്, നിർബന്ധമായും മനസ്സിലാക്കേണ്ട ചില റുക്നുകളുണ്ട്, ആ അർക്കാനുകളെയും ആരെങ്കിലും വീട്ടിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്നുള്ളതല്ല, അതിനോടുള്ള ബാധ്യതകൾ നിറവേറ്റേണ്ടതുണ്ട്, അതിൻ്റെ അർക്കാനുകൾ, റുക്നുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഇമാം ഹസൻ റഹിമഹുല്ലാഹ് പറയുകയാണ്. വഹബ് ബിൻ മുനബ്ബഹ് റഹിമഹുല്ലാഹയോട് ചോദിക്കപ്പെട്ടു, അലൈസ മിഫ്താഹുൽ ജന്നതി ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗത്തിന്റെ താക്കോലല്ലയോ ലാ ഇലാഹ ഇല്ലല്ലാഹ്,
സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നല്ലയോ എന്ന് വഹബ് ബിൻ മുനബ്ബഹ് റഹിമഹുള്ളയോട് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, ബല, അതെ, അങ്ങനെ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് സ്വർഗത്തിന്റെ താക്കോൽ. പക്ഷേ വലാകിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ ലഹു അസ്നാൻ, ഒരു താക്കോലുമില്ല അതിന് ചില പല്ലുകൾ ഉണ്ടായിട്ടല്ലാതെ. ഓരോ താക്കോലുകൾക്കും അതിൻ്റെ അഗ്രഭാഗത്ത് ചില പല്ലുകൾ ഉണ്ടാകും, ചില അടയാളങ്ങൾ ഉണ്ടാകും. ഫഇൻ ജിഅത ബിമിഫ്താഹിൻ ലഹു അസ്നാൻ, നീ പല്ലുകളുള്ള താക്കോലുമായി കൊണ്ടാണ് സ്വർഗത്തിലേക്ക് വരുന്നത് എങ്കിൽ ഫുതിഹ ലക്, അതിൻ്റെ വാതിൽ നിനക്ക് തുറക്കപ്പെടും. വഇല്ലാ ലം യുഫ്തഹ ലക്, അതല്ല കേവലം വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടേ ഉള്ളൂ, അതിങ്ങനെ 1000ഉം 10000ഉം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ പല്ലുകൾ നീ കൊണ്ടുവന്നിട്ടില്ല, അതിൻ്റെ നിബന്ധനകൾ നീ പാലിച്ചിട്ടില്ല, എന്നാൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ നിന്റെ മുന്നിൽ തുറക്കപ്പെടുകയില്ല എന്ന് ഇമാം വഹബ് ബിൻ മുനബ്ബഹ് റഹിമഹുല്ലാ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു. അപ്പോൾ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്നുള്ളതിലല്ല, അതിന് ചില നിബന്ധനകളുണ്ട് എന്ന് അഹ്ലുസുന്നഹി വൽ ജമാഅത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മുസന്നിഫ് റഹിമഹുല്ലാ പറയുകയാണ്, ശുറൂതു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദില്ലതുഹാ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകളും അതിൻ്റെ തെളിവുകളും. അതിൽ അശ്ശർത്തുൽ അവ്വൽ, ഒന്നാമത്തെ നിബന്ധന അൽ ഇൽമു, ഇൽമാണ്, അതിനെ സംബന്ധിച്ചുള്ള വിജ്ഞാനം കരഗതമാക്കലാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിക്കലാണ്, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം എന്താണെന്ന് ഉൾക്കൊള്ളലാണ്. അൽ ഇൽമു ബിമഅനാഹ, അതിൻ്റെ മഅനയെ സംബന്ധിച്ച്, അതിൻ്റെ ആശയത്തെ സംബന്ധിച്ച് പഠിക്കലാണ്, അറിയലാണ്. നഫിയൻ വ ഇസ്ബാതൻ, നഫീനാലും ഇസ്ബാത്തിനാലും. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് 2 റുക്നുകളുണ്ട്, 2 പാർട്ടുകളുണ്ട്, അതിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് നഫിയാണ്, ഇബാദത്ത് ചെയ്യപ്പെടുന്ന സകല ആരാധ്യരെയും നിഷേധിക്കലാണ്. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല, യഥാവിധം ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായിട്ട് ഒരു ആരാധ്യനുമില്ല ഇല്ലല്ലാഹ്. അത് രണ്ടാമത്തേതാണ് ഇസ്ബാത്ത്, സ്ഥിരീകരണമാണ്. ഇബാദത്തിനുള്ള അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഈ 2 റുക്നുകളും മനസ്സിലാക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കലാണ്. ഇബാദത്തിന് യഥാർത്ഥത്തിൽ അർഹനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നുള്ള അതിൻ്റെ ആശയം എന്താണ് എന്ന് നീ ശരിയായി പഠിക്കലാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൊഴിയുന്ന, നാവ് കൊണ്ട് പറയുന്ന ഒരാൾ അനിവാര്യമായും അതിൻ്റെ ആശയം എന്താണ്, അതിൻ്റെ മാന എന്താണ് എന്നവൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ മാനയ്ക്ക് ഒരു താല്പര്യമുണ്ട്. അതിൻ്റെ താല്പര്യം ഇബാദത്ത് അള്ളാഹുവിന് മാത്രം കൊടുക്കണം എന്നുള്ളതാണ്. അള്ളാഹുവേതര ആരാധ്യന്മാർക്ക് ഇബാദത്തുകൾ അർപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് അറിഞ്ഞുകൊണ്ട് പറഞ്ഞാലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുകയുള്ളൂ എന്നുള്ളതിന് എന്താണ് തെളിവ്? ഒന്നാമതായി വദലീലുൽ ഇൽമി ഖൗലുഹു തആല, ഇൽമ അനിവാര്യമാണ്, അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം, മനസ്സിലാക്കണം എന്നുള്ളതിനുള്ള തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്യമാണ്. അല്ലാഹു തആല പറഞ്ഞു, ഫഅലം, നീ അറിയണം, നീ പഠിക്കണം. യഅലം എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അതിന് വിശദീകരിക്കുന്ന ഉലമാക്കൾ പറഞ്ഞു, കേവലം അറിയുക എന്നുള്ളതല്ല, പഠിക്കുക എന്നുള്ളതാണ്. തഅല്ലം, നീ പഠിക്കണം, മനസ്സിലാക്കണം. ഇതാരോടാണ് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒന്നാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്. ഫഅലം, നബിയെ താങ്കൾ അറിയണം, താങ്കൾ പഠിക്കണം. ഒന്നാമത്തെ അഭിസംബോധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെയാണ്. എന്താണ് അറിയേണ്ടത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, കാര്യം ഇബാദത്തിന് യഥാർത്ഥത്തിൽ അർഹതയുള്ളവൻ അല്ലാഹു അല്ലാതെ മറ്റാരും തന്നെയില്ല. ഇബാദത്ത് ചെയ്യപ്പെടാനുള്ള അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് താങ്കൾ പഠിക്കണം, അറിയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൽപ്പന നൽകുകയാണ്. ഇതാണ് ഒന്നാമത്തെ തെളിവ്. വീണ്ടും അല്ലാഹു പറയുന്നു വഖൗലുഹു ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ. നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുപാർശ നൽകാൻ ചില ആളുകളെ തിരഞ്ഞെടുക്കും. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മാത്രം. വ്യത്യസ്തങ്ങളായ ശുപാർശകളുണ്ട്. വിചാരണ ചെയ്യുന്നത് അഷ്ശഫാഅത്തുൽ കുബ്ര അൽ ഉദ്മ, ഏറ്റവും മഹത്തായ വലിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അതിനുള്ള അനുമതി നൽകപ്പെടുക. അതേപോലെ വ്യത്യസ്തങ്ങളായ ശുപാർശകൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്, പരിശുദ്ധ ഖുർആനും പഠിപ്പിക്കുന്നുണ്ട്. നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ട ചില ആളുകളെ ശുപാർശയുടെ ഫലമായി അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മാത്രം. അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ശുപാർശയില്ല. ശുപാർശയുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അപ്പോ അങ്ങനെ ശുപാർശ നൽകപ്പെടുന്നവർ ആർക്ക് മാത്രമായിരിക്കും? ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ. ഇൽമുള്ളവരായിക്കൊണ്ട്, അറിവുള്ളവരായിക്കൊണ്ട് ഹക്കിന് സാക്ഷ്യം വഹിച്ചവർക്കല്ലാതെ ശുപാർശ കിട്ടൂല. അപ്പൊ ആരാണോ ഹക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ആരാണോ സാക്ഷ്യം വഹിച്ചവൻ, ഏതു പ്രകാരമാണ് സാക്ഷ്യം വഹിക്കുക? വഹും യഅലമൂൻ. അവർ അറിവുള്ളവരായ അവസ്ഥയിലാണ്, അറിവുള്ളവരായ നിലയിലാണ്. അറിവില്ലാത്തവരായിട്ടല്ല, കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതല്ല. ഹക്കിനെ, അതിനെ പഠിച്ചു മനസ്സിലാക്കിയവരായ നിലയിൽ ആരാണോ അതിന് സാക്ഷ്യം വഹിച്ചത് അവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഐ ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻ ഷഹിദ ബിലാ ഇലാഹ ഇല്ലല്ലാഹ് വഹും യഅലമൂൻ. വഹും യഅലമൂൻ ബിഖുലൂബിഹിം മാ നതഖൂ ബിഹി ബിഅൽസിനതിഹിം. അവരുടെ നാവുകൾ കൊണ്ട് അവർ മൊഴിഞ്ഞതിന് ഹൃദയം കൊണ്ട് അറിഞ്ഞവരായ നിലയിൽ, നാവ് കൊണ്ട് അവർ പറയുന്നുണ്ട്, പറഞ്ഞതിനെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കിയവരായ നിലയിൽ ആരാണ് സാക്ഷ്യം വഹിച്ചത് അവർക്ക് മാത്രം. വീണ്ടും മറ്റൊരു തെളിവ് മുസന്നിഫ് പറയുകയാണ്. ഓമിന സുന്ന, സുന്നത്തിൽ നിന്നും ഇതിനുള്ള തെളിവ് അൽ ഹദീസ് സാബിതു ഫി സ്വഹീഹി അൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതായ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം തന്റെ മുസ്ലിമിൽ ഉദ്ധരിക്കുന്നതായ ഹദീസാണ്. ഹദീസ് പ്രകാരമാണ് ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത, ആരെങ്കിലും മരിച്ചാൽ. എപ്രകാരമാണ് മരിക്കുന്നത്? വഹുവ യഅലമു, ഏതവസ്ഥയിൽ? അവൻ അറിവുള്ളവനായ നിലയിൽ. എന്തെന്നറിവുണ്ടവന്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ സംബന്ധിച്ച് അറിവുള്ളവനായ നിലയിൽ, കേവലം പറയുന്നവനായ നിലയിൽ എന്നല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് അറിഞ്ഞവനായി പറഞ്ഞവൻ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് ആരാണോ മനസ്സിലാക്കിയവൻ, പഠിച്ചവൻ, എന്നിട്ടത് ഒഴിഞ്ഞവൻ, അതിനെ പ്രാവർത്തികമാക്കിയവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് ശരിയാകണമെങ്കിൽ ഹൃദയത്തിൽ അറിയണം, നാവ് കൊണ്ട് പറയണം, അതിനെ മറ്റുള്ള അവയവങ്ങൾ കൊണ്ട് പ്രാവർത്തികമാക്കണം. ഇത് മൂന്നും ഈമാനാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കലും, നാവ് കൊണ്ട് പറയലും, മറ്റുള്ള കർമ്മങ്ങളും, ഇതെല്ലാം കൂടുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ നിബന്ധന ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് അറിയുക എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽ ഇൽമ് പഠിക്കുക എന്നുള്ളത് അത് വളരെ പിന്നിലായിരിക്കുകയാണ്. നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം. ചെറിയ മക്കൾ പഠിക്കണം, അതേപോലെ തന്നെ മുതിർന്നവരും പഠിക്കണം. പഠനത്തിൽ നിന്ന് ഒരാൾ ഒരു ദിവസവും അവധിയെടുക്കാൻ പാടില്ല, എല്ലാ ദിവസവും പഠിക്കണം എന്നാണ്. ദീനിയായ ഇൽമുകൾ ഓരോ ദിവസവും പഠിച്ചിരിക്കണം. എന്തെങ്കിലും ഒന്ന് പഠിക്കുക, ഒരു ആയത്ത് ഹിഫ്ള് ചെയ്യുക, മനഃപ്പാഠമാക്കുക, അതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു ഹദീസ് പഠിക്കുക, ഫിഖ്ഹിന്റെ ഒരു മസ്അല പഠിക്കുക, അഖീദയുടെ ഒരു മസ്അല പഠിക്കുക, എന്തെങ്കിലും പഠിക്കുക, എല്ലാ ദിവസവും പഠിക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുർ റബ്ബി സിദ്നി ഇൽമാ. നബിയെ, താങ്കൾ പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? റബ്ബി സിദ്നി ഇൽമാ, റബ്ബേ
എനിക്ക് വിജ്ഞാനം അധികരിപ്പിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ആരോടാ പ്രാർത്ഥിക്കാൻ പറയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അള്ളാഹു വിജ്ഞാനം കൊടുക്കുന്നത്, വഹി നൽകുന്നത്. ആ വഹിയാണ് ഈ വിജ്ഞാനത്തിന്റെ സ്രോതസ്. അത് നൽകപ്പെടുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, താങ്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഇൽമ അധികമായി ലഭിക്കാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ പ്രഭാതത്തിലും ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, നാഫിആയ ഇൽമ് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, പ്രയോജനകരമായ ഇൽമ് നിന്നോട് ചോദിക്കുകയാണ്, നല്ല റിസ്ഖ് നിന്നോട് ചോദിക്കുകയാണ്, അതേപോലെ തന്നെ സ്വീകാര്യയോഗ്യമായ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നിന്നോട് ചോദിക്കുകയാണ്. ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓരോ ദിവസവും ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഇൽമ് നേടണം. ഇൽമ് നേടിയാലേ അവന്റെ ഉപജീവന മാർഗം ത്വയ്യിബാവുകയുള്ളൂ. ഹലാൽ ഹറാമുകളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇൽമുള്ളവനായിരിക്കണം. അതേപോലെ തന്നെ അവൻ കർമ്മങ്ങൾ ചെയ്യണം. കർമ്മങ്ങൾ ശരിയാകണമെങ്കിലും എന്തനിവാര്യമാണ്? ഇൽമ് അനിവാര്യമാണ്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളെ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത് പറഞ്ഞത് ഇൽമുൻ നാഫിഅ, പ്രയോജനകരമായ ഇൽമ് അള്ളാഹു എനിക്ക് നൽകണമേ. കാരണം അതുണ്ടെങ്കിലേ ശേഷം പറഞ്ഞിരിക്കുന്ന ഉപജീവനം ശരിയാവുകയുള്ളൂ. അതേപോലെ തന്നെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയുള്ളൂ. ഇൽമു പഠിക്കൽ അനിവാര്യമാണ് എന്നുള്ളതിനാലാണ്. ഇതാണ് ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ. ആരെങ്കിലും ഇൽമു തേടിക്കൊണ്ട് ഒരു വഴിയിലേക്ക് പുറപ്പെട്ടു, ഇൽമു പഠിക്കാൻ തീരുമാനിച്ചു, വിജ്ഞാനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇറങ്ങി തിരിച്ചു, എന്നാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവന് എളുപ്പമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമു തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ടതാണ്. അതില്ല എങ്കിൽ വേറെ എത്ര വിജ്ഞാനം ഒരാൾ കരഗതമാക്കിയത് കൊണ്ടും ഒരു കാര്യവുമില്ല, ഒരർത്ഥവുമില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞത് കാണാം, അന്നാസു ഇലൽ ഇൽമി അഹ്വജു മിൻഹും ഇല ത്വആമി വസ്സലാ. ഒരു മനുഷ്യൻ ഭക്ഷണത്തിലേക്ക്, വെള്ളത്തിലേക്ക് എത്രത്തോളം ആവശ്യക്കാരനാണോ അതിനേക്കാൾ അധികം വിജ്ഞാനത്തിലേക്ക് ആവശ്യക്കാരനാണ്. കാരണം لأن الرجل يحتاج إلى الطعام والشراب في اليوم مرة أو مرتين. ഒരു ദിവസം 1-2 പ്രാവശ്യം ഭക്ഷണം കഴിച്ചാൽ ഒരാൾക്ക് അത് മതിയാകും അവന്റെ ജീവൻ നിലനിർത്താൻ. പക്ഷേ വഹാജതുഹു ഇലൽ ഇൽമി ബിഅദദി അൻഫാസിഹി. ഇൽമിലേക്ക് ഒരു മനുഷ്യന്റെ ആവശ്യകത അവൻ എത്ര ശ്വാസോച്ഛ്വാസം എടുക്കുന്നുണ്ടോ അത്രത്തോളം ആവശ്യമാണ്. ഓരോ നിമിഷത്തിലും അവന് ഇൽമ് ആവശ്യമാണ്. അവന്റെ സംസാരം ശരിയാകണമെങ്കിൽ, അവന്റെ നോട്ടം ശരിയാകണമെങ്കിൽ, അവന്റെ കേൾവി ശരിയാകണമെങ്കിൽ, അവന്റെ കൊടുക്കൽ വാങ്ങലുകൾ, മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, മക്കളോടുള്ള പെരുമാറ്റം, അയൽവാസികളോടുള്ള പെരുമാറ്റം, അവന്റെ കുടുംബജീവിതം, അവന്റെ കച്ചവടം, സകലതും ശരിയായി തീരണമെങ്കിൽ ഓരോ നിമിഷവും ചെയ്യണം. ഇൽമിലേക്ക് അവൻ ആവശ്യമാണ്. അവൻ ഏത് പ്രവൃത്തി ചെയ്യുന്നുണ്ടോ ഇൽമ് നേടിയെടുക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അപ്പൊ ഇൽമു പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാതെ കേവലം നാവ് കൊണ്ട് മൊഴിഞ്ഞു എന്നുള്ളതിനാൽ അതുകൊണ്ട് യാതൊരു പ്രതിഫലനവും ഒരാൾക്കുണ്ടാക്കാൻ സാധിക്കുകയില്ല. അത് പഠിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം എന്ന് പറയാൻ കാരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാതെ പറഞ്ഞു നടക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. നിരന്തരം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, പക്ഷേ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാതെയാണ് പറയുന്നത് എങ്കിൽ പ്രയോജനം ചെയ്യുകയില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മക്ക മുശ്രിക്കീങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയപ്പെട്ട് കഴിഞ്ഞാൽ യസ്തക്ബിറൂൻ, അവർ അഹങ്കരിക്കുമായിരുന്നു, അവരിത് പറയാൻ കൂട്ടാക്കുമായിരുന്നില്ല. മക്ക മുശ്രിക്കീങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്ന് പറഞ്ഞാൽ അത് പറയാൻ കൂട്ടാക്കുമായിരുന്നില്ല, അവരത് പറയാതെ അഹങ്കരിക്കും. കാരണം അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അറിയാമായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാടുകളിൽ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, പക്ഷേ അതിന്റെ അർത്ഥം അവർ മനസ്സിലാക്കുന്നില്ല. മക്ക മുശ്രിക്കീങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണെന്ന് അറിയാമായിരുന്നു, അതുകൊണ്ട് അവർ പറയാൻ കൂട്ടാക്കിയില്ല.
തൊട്ടുടനെ ഖുർആൻ പറയുന്നുണ്ട്, വയഖൂലൂന, അവർ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അവർ പറഞ്ഞതാണ്, ഞങ്ങൾ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ടിട്ട് അവിടെ ഷാഇരിൻ മജ്നൂൻ, ഭ്രാന്തനായ കവി, നഊദു ബില്ലാഹ് എന്നാണ് അവർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഈ വാക്ക് കേട്ടുകൊണ്ട് ഞങ്ങളുടെ ആലിഹത്തുകളെ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്നാണോ അവർ പറയുന്നത്, ഈ നബി പറയുന്നത് എന്നാണ് അവർ ചോദിക്കുക. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഇലാഹിനും വേറൊരു ആരാധ്യനും ഇബാദത്ത് കൊടുക്കാൻ പറ്റൂല, അതവർക്കറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ പറഞ്ഞാൽ പിന്നെ ലാത്തയോട് ദുആ ചെയ്യാൻ പറ്റുകയില്ല, പിന്നെ മനാത്തക്ക് നേർച്ച അർപ്പിക്കാൻ പറ്റുകയില്ല, പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിന് അഭയം ചോദിക്കാൻ പറ്റുകയില്ല. ഇതാർക്കറിയാം? മക്കാ മുശ്രിക്കുകൾക്കറിയാം. അതുകൊണ്ട് അവർ പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂല. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, മറ്റുള്ള ആലിഹത്തുകളെല്ലാം മാറ്റി നിർത്തണം എന്നാണോ നിങ്ങൾ പറയണത്? അതായത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്തിരുന്നവകൾ മലായിക്കത്തുകളാണ്, ജിന്നുകളാണ്, അതേപോലെ തന്നെ സ്വാലിഹീങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതാണ്. ഇതിനെല്ലാം പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? തെളിവുകൾ നിരത്തുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ മറ്റുള്ള ആലിഹത്തുകളെ എല്ലാം മാറ്റി വെക്കണം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ കൊടുക്കാവൂ എന്നുള്ളതാണ് അതിന്റെ ആശയം എന്ന് ആർക്കറിയാമായിരുന്നു? മക്കാ മുശ്രിക്കുകൾക്ക് അറിയാമായിരുന്നു. ഖുർആൻ പറയുന്നുണ്ട്, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്. അവർ അള്ളാഹുവിന് പുറമെ ഉപദ്രവിക്കാൻ സാധിക്കാത്ത, ഉപകാരം കൊണ്ടുവരാൻ സാധിക്കാത്തവകൾക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്നു. എന്നിട്ട് അവർ പറയും, ഇവർ അള്ളാഹുവിങ്കൽ ഞങ്ങൾക്ക് ശുപാർശ നൽകും എന്നാണ് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം. വീണ്ടും അല്ലാഹ് പറയുന്നുണ്ട്, അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്. നിങ്ങൾ അറിയണം, ലില്ലാഹിദ്ദീനുൽ ഖാലിസ്. ലില്ലാഹിദ്ദീനുൽ ഖാലിസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമാകുന്നു ഇബാദത്തുകൾ എന്നാണ് അർത്ഥം. അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്തുകൾ. എന്നാൽ വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ച ആളുകൾ അവർ പറയുന്നത് എന്താണ്? അവർ പറയുന്നത്, ഈ വലിയകൾ, അള്ളാഹുവിന് പുറമെയുള്ള ഈ ആരാധ്യർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്നാണ് പറയുന്നത്. ഇതിന് ഇമാം തൊബരി റഹിമഹുല്ലാഹി ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം, അലാ ലില്ലാഹിൽ ഇബാദ എന്ന് പറഞ്ഞാൽ അലാ ലില്ലാഹിൽ അദ്ദീനുൽ ഖാലിസ് എന്ന് പറഞ്ഞാൽ അലാ ലില്ലാഹിൽ ഇബാദ, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. ഇത് മക്കാ മുശ്രിക്കുകൾ മനസ്സിലാക്കിയിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. പക്ഷെ നമ്മുടെ നാടുകളിലുള്ള ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇതായിരുന്നു അവർ മനസ്സിലാക്കിയിരുന്നത് എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു. ഇക്രിമ റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അബൂജഹലിന്റെ മകനാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുള്ള പശ്ചാത്തലം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മക്ക വിജയിച്ചടക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സകല ആളുകൾക്കും മാപ്പ് കൊടുത്തു. 4 ആളുകളുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിലൊന്ന് ഇക്രിമയാണ്. ഈ ആളുകൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കരുത്, എവിടെ വെച്ച് കണ്ടോ അവിടെ വെച്ച് വധിച്ചു കളയണം, ഇവർ മാപ്പർഹിക്കാത്തവരാണ് എന്ന് ചില ആളുകളുടെ പേരെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവരിൽ ചിലരെ വധിച്ചു കളഞ്ഞു. ഇക്രിമ എന്ത് ചെയ്തു? ഉടനെ തന്നെ മക്ക വിട്ടു. അദ്ദേഹം ഹിജ്റ ചെയ്തു, കപ്പലിൽ കയറി. വഅമ്മാ ഇക്രിമത്തു ബിൻ അബീ ജഹൽ ഫറകിബൽ ബഹർ. അദ്ദേഹം സമുദ്രത്തിലേക്ക് പോയി, കപ്പൽ കയറി. ഫഅസാബത്തുഹും ആസിഫുൻ. അങ്ങനെ കപ്പലിലൂടെ സഞ്ചരിക്കുമ്പോൾ വലിയൊരു കൊടുങ്കാറ്റ് അവരെ പിടികൂടി. ഫഖാല അഹ്ലു സഫീന. കപ്പലുകാരൻ പറഞ്ഞു, കപ്പിത്താൻ പറഞ്ഞു, അഖ്ലിസൂ, നിങ്ങൾ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം കൊടുക്കുക, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്തോ എന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നേരത്തെ പറഞ്ഞ ആയത്തിലുള്ളതുപോലെ അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം ഇനി ദുആ ചെയ്തോ എന്ന് കപ്പിത്താൻ പറഞ്ഞു. ഫഇന്ന ആലിഹതകും ലാ തുഗ്നി അൻകും ഷൈഅൻ ഹാഹുന. ഇവിടെ വച്ച് ഇനി നിങ്ങളുടെ ആലിഹത്തുകൾ നിങ്ങൾക്ക് ഉപകാരം ചെയ്യുകയില്ല, നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യുകയില്ല. ലാത്ത ഇനി ഇവിടെ നിങ്ങളെ വന്ന് രക്ഷപ്പെടുത്താനില്ല. ഇബ്രാഹിം നബിയോ ഇസ്മായിൽ നബിയോ മലായിക്കത്തുകളോ ജിന്നുകളോ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഇവിടെ ഉണ്ടാവുകയില്ല. അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ദുആ ചെയ്തോ. ഫഖാല ഇക്രിമ. അപ്പോൾ ഇക്രിമ പറഞ്ഞു, വല്ലാഹി ലഇൻ ലം യുൻജിനി ഫിൽ ബഹരി ഇല്ലൽ ഇഖ്ലാസ്. കടലിൽ വച്ച് ഈ ഇഖ്ലാസ് അല്ലാതെ എന്നെ രക്ഷപ്പെടുത്തുകയില്ല എങ്കിൽ,
അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്താലല്ലാതെ എനിക്ക് രക്ഷയില്ല എങ്കിൽ ലാ യുൻജിനി ഫിൽ ബർരി ഗൈറു, കരയിലും അല്ലാഹു അല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ ആരും തന്നെയില്ല. അല്ലാഹുമ്മ ഇന്ന ലക അഹദൻ ഇൻ അൻത ആഫൈതനി മിമ്മാ അന ഫീ, അല്ലാഹുവേ ഞാൻ നിന്നോട് കരാർ ചെയ്യുകയാണ്, ഞാൻ അകപ്പെട്ടിരിക്കുന്ന ഈ അപകടത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ അൻ ആതിയ മുഹമ്മദൻ ഹത്താ അദഉ യദി ഫീ യദി, ഞാൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെല്ലും, എൻ്റെ കൈ അദ്ദേഹത്തിന്റെ കരത്തിൽ കൊടുക്കൂ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഷഹാദ ചൊല്ലും എന്ന് ഇക്രിമ പറയുകയാണ്. അപ്പോ അവർ സാധാരണ രീതിയിൽ മലായിക്കത്തിനോട് ദുആ ചെയ്യും, ജിന്നുകളോട് ദുആ ചെയ്യും, ലാത്തയോട് ദുആ ചെയ്യും, അമ്പിയാക്കളോട് ദുആ ചെയ്യും. പക്ഷെ കടലിൽ പെട്ടുപോയപ്പോൾ അവർ അള്ളാഹുവിന് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. ഇത് കപ്പിത്താൻ പറഞ്ഞപ്പോൾ ഇക്രിമയ്ക്ക് കാര്യം മനസ്സിലായി. കടലിൽ എന്നെ രക്ഷപ്പെടുത്താൻ അള്ളാഹു മാത്രമാണ് ഉള്ളുവെങ്കിൽ, ഈ ഇഖ്ലാസാണ് എന്നെ സമുദ്രത്തിൽ രക്ഷപ്പെടുത്തുന്നതെങ്കിൽ ഈ ഇഖ്ലാസ് മാത്രമേ കരയിൽ എന്നെ രക്ഷപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ഇതാണ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല, ഇബാദത്തിന് അർഹതയുള്ള അള്ളാഹുവിനെ മാത്രം. ഇത് മനസ്സിലാക്കിയത് കൊണ്ട് അവരുടെ ആലിഹത്തുകളെ ഉപേക്ഷിക്കാനുള്ളതായ അവരുടെ അഹങ്കാരം കൊണ്ട് അവരെന്ത് ചെയ്തു, ചില ആളുകൾ പറയാതെ മാറി നിന്നു. പക്ഷെ നമ്മുടെ നാടുകളിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ഇതിനർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, നമസ്കരിക്കുന്നു, ബാങ്ക് വിളിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, നമസ്കാരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, എന്നിട്ട് അപ്പുറത്ത് ജാറത്തിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ദുആ ചെയ്യുന്നു, അവിടെ പോയി തവാഫ് ചെയ്യുന്നു, അതിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നു, അവിടെ നേർച്ചകൾ അർപ്പിക്കുന്നു. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് കൊണ്ടായില്ല, അതിന്റെ ആശയം മനസ്സിലാക്കിയാലേ അതുകൊണ്ട് ഗുണം ചെയ്യുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ നിബന്ധന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണമെങ്കിൽ പഠിച്ചിരിക്കണം. രണ്ടാമത്തെ നിബന്ധന അശ്ശർതു സ്ഥാനി, രണ്ടാമത്തെ ഷർത്ത് അൽ യഖീൻ, യഖീൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ദൃഢമായ വിശ്വാസം ഉണ്ടായിരിക്കണം. ദൃഢമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ വഹുവ, ഈ യഖീൻ എന്ന് പറഞ്ഞാൽ കമാലുൽ ഇൽമി ബിഹാ അൽ മുനാഫി ലിശ്ശക്കി വറൈബ്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് സമ്പൂർണമായ അറിവ് നേടുക എന്നുള്ളതാണ്. എന്തിനെ നിഷേധിക്കുന്ന നിലയിൽ ഷക്കിനെയും റൈബിനെയും, സംശയങ്ങളെ, തറദ്ദുദാത്തുകളെ, ഏതെങ്കിലും രീതിയിലുള്ളതായ സംശയങ്ങളെ ഇല്ലാതെയാക്കി കളയുന്ന പൂർണ്ണമായ വിജ്ഞാനം നൽകുന്നതായ യഖീൻ, ദൃഢബോധ്യം, ഇതുണ്ടെങ്കിലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകാര്യമാവുകയുള്ളൂ. കാരണം യഖീൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് അവരുടെ പ്രധാനപ്പെട്ട സവിശേഷതയായി പല സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്ന കാര്യമാണ് യഖീൻ. യഖീനില്ല എങ്കിൽ കുഫർ സംഭവിക്കും. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. ഒന്ന് വാക്കുകളാണ്, മറ്റൊന്ന് പ്രവർത്തികളാണ്, അതേപോലെ തന്നെ വിശ്വാസമാണ്, മറ്റൊന്ന് ഷക്കാണ്, സംശയമാണ്. സംശയം കൊണ്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, കുഫർ സംഭവിക്കും. സൂറത്തു ബഖറയുടെ തുടക്കത്തിൽ തന്നെ മുഅ്മിനീങ്ങളുടെ സവിശേഷതയായിട്ട് പഠിപ്പിക്കുന്ന യഖീനാണ്. വബിൽ ആഖിറതി ഹും യുഖിനൂൻ, ആഖിറത്തെ സംബന്ധിച്ച് അവർക്ക് യാതൊരു സംശയവുമില്ല. അവർ മുഖിനീങ്ങളാണ്, നല്ല ദൃഢമായ വിശ്വാസമുള്ളവരാണ്. ശൈത്വാൻ മനുഷ്യനെ വഴിതെറ്റിക്കാൻ എവിടെയും പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ് യഖീനില്ലാതെയാക്കി കളയുക. ആഖിറത്തെ സംബന്ധിച്ചായിരിക്കും. അമ്പിയാക്കന്മാരുടെ ചരിത്രം ഏതെടുത്ത് നോക്കിയോ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കും, തൊട്ടുടനെ അവർ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്, ഈ യഖീനാണ്. ദൃഢമായ വിശ്വാസം വേണം. അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിനെ കുറിച്ച്, അള്ളാഹുവാണ് സൃഷ്ടാവ്, ഉടമസ്ഥൻ, പരിപാലകൻ, അവൻ മാത്രമേ ഇബാദത്തിന് അർഹതയുള്ളൂ എന്നതിനെക്കുറിച്ച്, ആഖിറത്തെ സംബന്ധിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ഖബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് എന്തെല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവകളിൽ യഖീൻ വേണം. ശൈത്വാൻ മനുഷ്യരുടെ മുന്നിലും പിന്നിലും വലതും ഇടതുമെല്ലാം ഫിത്ന ഉണ്ടാക്കുമെന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിക്കുന്നുണ്ട് ഉലമാക്കൾ. സ്വഹാബികൾ അതിന് വ്യാഖ്യാനം നൽകിയത് ഒന്നിതാണ്, ആഖിറത്തെ സംബന്ധിച്ച് നിങ്ങളിൽ എന്ത് ചെയ്യും, സംശയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങളുടെ മനസ്സുകളിൽ എന്നുകൊണ്ടിരിക്കും. ഷൈത്വാൻ എന്ന് പറയുന്നത് ജിന്നുകളിൽ പെട്ടത് മാത്രമല്ല, മനുഷ്യരിലുമുണ്ട് ഷൈത്വാൻമാർ. മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലും പിശാചുക്കളുണ്ട്, ഷൈത്വാൻമാരുണ്ട്. മനുഷ്യരെ വഴിതെറ്റിക്കാൻ,
ദുനിയാവെന്ന് പറഞ്ഞ ജീവിതമെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവ് മാത്രമാണ്. മരണത്തോടെ കഴിഞ്ഞു പോകും, എല്ലാം അവസാനിക്കും. അതുകൊണ്ട് ജീവിക്കുന്ന കാലം അത്രയും ഇങ്ങനെ ആസ്വദിക്കുക, തിന്നുക, കുടിക്കുക, രമിക്കുക, അത് മാത്രമാണ് ജീവിതം എന്ന് പഠിപ്പിക്കുന്ന മതനിഷേധികളായ തെമ്മാടികൾ എല്ലാ നാട്ടിലുമുണ്ട്. ഓരോ ചെറിയ ഗ്രാമങ്ങളിൽ വരെയും കൊടികുത്തിക്കൊണ്ട് ഓഫീസിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ മക്കളെ, നമ്മുടെ പെൺകുട്ടികളെ എല്ലാവരെയും സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഇത് ഷൈത്വാനിന്റെ ദഅവത്താണ്, ഷൈത്വാനിന്റെ പ്രധാനപ്പെട്ട പ്രബോധനമാണത്. യഖീനില്ലാതെയാക്കി കളയും വിശ്വാസങ്ങളിൽ. അതുകൊണ്ട് ഒരു വിശ്വാസി യഖീനുള്ളവനാകണം. ഇമാം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിലെ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, അൽ യഖീനു അൽ ഈമാനു കുല്ലു. യഖീനാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് പൂർണ്ണമായിട്ടും യഖീനാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ യഖീനാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അതിന് വിശദീകരണം കൊടുത്തത് ഇങ്ങനെയാണ്: വമുറാദ് ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈമാൻ എന്ന് പറഞ്ഞാൽ യഖീനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അന്നൽ യഖീന ഹുവ അസ്ലുൽ ഈമാൻ, ദൃഢമായ വിശ്വാസമാണ് ഈമാനിന്റെ അടിസ്ഥാനം. ഫഇദാ അയ്ഖനൽ ഖൽബു, ഒരാളുടെ ഹൃദയം ദൃഢമായ ബോധ്യമുണ്ട് എങ്കിൽ ഇംബഅസൽ ജവാരിഹു കുല്ലുഹാ ലിലിഖാഇല്ലാ ബിൽ അഅമാലി സ്വാലിഹാത്ത്, അവന്റെ അവയവങ്ങൾ മുഴുവനും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് ഉയർത്തെഴുന്നേൽക്കും, അത് ശക്തമായി മുന്നോട്ട് വരും. ഹത്താ ഖാല സുഫിയാൻ അസ്സൗരി, സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, ലൗ അന്നൽ യഖീന വഖഅ ഫിൽ ഖൽബി കമാ യൻബഗി, യഥാവിധം ഒരാളുടെ ഹൃദയത്തിൽ യഖീൻ ഉണ്ടായി കഴിഞ്ഞാൽ ലത്താറ ഇഷ്തിയാഖൻ ഇലൽ ജന്ന വഹറബൻ മിനൻ നാർ, സ്വർഗ്ഗത്തെ തേടിക്കൊണ്ട്, സ്വർഗ്ഗത്തെ കൊതിച്ചുകൊണ്ട്, നരകത്തെ പേടിച്ചുകൊണ്ട് അവന്റെ ഹൃദയം പറന്നുയരുന്നതാണ് എന്ന് സുഫിയാൻ അസ്സൗരി പറഞ്ഞതുപോലെ. അപ്പോ യഖീൻ ഒരാളുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ അവന്റെ അവയവങ്ങൾ കൊണ്ട് അമലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങളെ പിന്നെ അവൻ ചെയ്യും. അവന്റെ കണ്ണുകൊണ്ട് നല്ലതേ അവൻ നോക്കുകയുള്ളൂ, നല്ലതേ സംസാരിക്കുകയുള്ളൂ, നല്ലതേ കേൾക്കുകയുള്ളൂ, നല്ല ഇടപാടുകളിലെ അവൻ പോവുകയുള്ളൂ, നല്ല ഇടപാടുകളെ അവൻ ചെയ്യുകയുള്ളൂ. ഇത് യഖീനിന്റെ പ്രത്യേകതയാണ്. ഇതാണ് ഈമാനിന്റെ അടിസ്ഥാനം എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ്. അപ്പോൾ യഖീനാണ്, യഖീൻ വേണം എന്നുള്ളതിനുള്ള തെളിവെന്താ? വദലീലുൽ യഖീനി, യഖീൻ എന്നുള്ളതിന്, യഖീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനിവാര്യമാണ് എന്നതിന്റെ തെളിവ് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്യമാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂൻ, നിശ്ചയമായി മുഅ്മിനീങ്ങൾ അവർ ഒരു കൂട്ടർ മാത്രമാണ്. എങ്ങനെയുള്ളവരാണ്? അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി, അവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിച്ചവരാണ്. സുമ്മ ലം യർതാബൂ, പിന്നീട് അവർ യാതൊരുവിധ സംശയവുമില്ലാത്ത ആളുകളാണ്. വജാഹദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അവരുടെ സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരുമാണ്. ഇവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. ഉലൈക ഹുമുസ് സാദിഖൂൻ, അവർ തന്നെയാണ് സത്യസന്ധരും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പോൾ ഈമാൻ കൊള്ളുകയും യാതൊരുവിധ സംശയം വെച്ച് പുലർത്താതിരിക്കുകയും ചെയ്യുന്നവർ, അവരുടെ ഈമാൻ ശരിയാവുകയുള്ളൂ. ഫഷ്തറത ഫീ സുദ്ഖി ഈമാനിഹിം ബില്ലാഹി വറസൂലിഹി കൗനുഹും ലം യർതാബു, അവരുടെ ഈമാൻ ശരിയായി സത്യസന്ധമാണ് എന്നുള്ളതിന് ഷർത്തായി, നിബന്ധനയായി അള്ളാഹു ഇവിടെ പറയുന്നത് എന്താണ്? അവർ സംശയമില്ലാത്തവരായിരിക്കണം, ഹൃദയത്തിൽ ഏതെങ്കിലും വിധ സംശയം വച്ച് പുലർത്താത്തവരായിരിക്കണം. ഐ ലം യശുക്കു, സംശയിക്കാൻ പാടില്ല. ഫഅമ്മൽ മുർതാബു ഫഹുവ മിനൽ മുനാഫിഖീൻ, ആർക്കാണോ സംശയമുള്ളവൻ അവൻ മുനാഫിഖീങ്ങളിൽപ്പെട്ടവനായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് അനിവാര്യമാണ്. യഖീൻ ഹൃദയത്തിലേക്ക് വന്നാലേ അതിന്റെ പ്രതിഫലനം അവനുണ്ടാവുകയുള്ളൂ. ഈമാൻ രുചിക്കാൻ, അതിന്റെ ആസ്വാദനം ഉണ്ടാകാൻ അപ്പോൾ സാധ്യമാവുകയുള്ളൂ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, അൽ യഖീനു മിനൽ ഈമാനി ബിമൻസിലത്തി റൂഹി മിനൽ ജസദ്, ഈമാനും യഖീനും തമ്മിലുള്ള ബന്ധം ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം പോലെയാണ്. വഇദാ തസവ്വദ അസ്സബ്റു ബിൽ യഖീൻ, ക്ഷമയും യഖീനും പരസ്പരം വിവാഹത്തിലേർപ്പെട്ടാൽ ഉലിദ ബൈനഹുമാ ഹുസൂലുൽ ഇമാമത്തി ഫിദ്ദീൻ, അവർക്ക് മകനായിക്കൊണ്ട് ദീനിലുള്ള ഇമാമത്ത് ജന്മമെടുക്കുമെന്നാണ്. ദീനിന് ഒരു നാട്ടിൽ അവർക്ക് സ്വാധീനം വേണോ, അവർക്ക് ശക്തി വേണോ, ഇസ്സത്ത് വേണോ,
നല്ല ക്ഷമയുള്ളവരായിരിക്കണം അവർ, ദൃഢമായ വിശ്വാസികളായിരിക്കണം അവർ. എന്താണ് കാരണം? അല്ലാഹു പറഞ്ഞത് കാണാം, വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ. ബനൂ ഇസ്രായേലികളിൽ നാം ചില അഇമ്മത്തുകളെ, ചില നേതാക്കന്മാരെ അവർക്ക് നിശ്ചയിച്ചു. അവർ നമ്മുടെ കൽപ്പന പ്രകാരം ആളുകൾക്ക് മാർഗദർശനം നൽകുന്നു. എപ്പോഴാണ് അല്ലാഹു അവരെ നേതാക്കന്മാരാക്കിയത്? ലമ്മാ സബറു വകാനു ബിആയാതിനാ യുഖിനൂൻ. അവർ ക്ഷമയുള്ളവരായപ്പോൾ, നമ്മുടെ ആയാത്തുകളെ സംബന്ധിച്ച് ദൃഢമായ ബോധ്യമുള്ളവരായപ്പോൾ, ഈമാനിൽ നല്ല യഖീൻ ഉണ്ടായപ്പോൾ, ക്ഷമ അവലംബിച്ചപ്പോൾ, ഈ രണ്ട് ഗുണവും എവിടെയാണോ വരുന്നത് അവർക്കതിൻ്റെ ഗുണമുണ്ടാകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി ഹദീസിൽ നിന്ന് ഇതിനുള്ള തെളിവ് പറയുകയാണ് മുസന്നിഫ്. വമിന സുന്ന, സുന്നത്തിൽ നിന്നുള്ള തെളിവ്. അൽ ഹദീസ് സാബിതു ഫി സ്വഹീഹി അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസാണ്. ഖാൽ, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന് ഞാൻ സാക്ഷ്യം വഹിച്ചു എന്നൊരാൾ പറഞ്ഞാൽ, വ അന്നി റസൂലുള്ളാഹ്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ് എന്നും അങ്ങനെ സാക്ഷ്യം വഹിച്ച ഒരാളുടെ സാക്ഷ്യം, ലാ യൽഖല്ലാഹ ബിഹിമാ അബ്ദുൻ ഗൈറ ഷാക്കിൻ, സംശയമേതുമില്ലാതെ ആരെങ്കിലും ഇതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ, ഗൈറ ഷാക്കിൻ ഫീഹിമാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിനും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതിനും സംശയമേതുമില്ലാതെ ആരെങ്കിലും ഇതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ, ഇല്ല ദഖല ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ ഇല്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിച്ചു, സ്വർഗത്തിൽ പ്രവേശിക്കണം, അവൻ ഷാക്കില്ലാത്തവനായിരിക്കണം, സംശയമില്ലാത്തവനായിരിക്കണം, ദൃഢമായ ബോധ്യമുള്ളവനായിരിക്കണം എന്നുള്ളതാണ്. വേറൊരു റിവായത്തിൽ ഇങ്ങനെയാണ്, ലാ യൽഖല്ലാഹ ബിഹിമാ അബ്ദുൻ ഗൈറ ഷാക്കിൻ, ഈ രണ്ട് കലിമത്തുകൾക്കും സാക്ഷ്യം വഹിച്ചവനായി ഒരടിമയും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നില്ല. എപ്രകാരമാണ് അവൻ സാക്ഷ്യം വഹിച്ചത്? ഗൈറ ഷാക്കിൻ, സംശയമില്ലാതെ യഖീനോടുകൂടെ. അങ്ങനെ ഫയുഹജ്ജബ അനിൽ ജന്ന, അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ സ്വർഗത്തെ തൊട്ട് അവന് മറയിടപ്പെടുകയില്ല, അവന് സ്വർഗം ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ യൽഖല്ലാഹ ബിഹിമാ അബ്ദുൻ ഗൈറ ഷാക്കിൻ ഫയുഹജ്ജബു അനിൽ ജന്ന, സംശയമേതുമില്ലാതെ ആരാണോ ഈ രണ്ട് കലിമത്തുകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ എത്തുന്നത്, എന്നാൽ സ്വർഗം അവനെ തൊട്ട് മറയിടപ്പെടുകയില്ല, സ്വർഗത്തിൽ അവൻ പ്രവേശിക്കും. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിൻ ഹദീസിൻ ത്വബീലിൻ, ദീർഘമായ ഒരു ഹദീസിൽ നിന്നുള്ള ഭാഗമാണ്, ഫമൻ ലഖീത മിൻ വറാഇ ഹാദൽ ഹായിഫ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോട്ടത്തിൽ വെച്ച് പറയുന്നതാണ്, ഈ തോട്ടത്തിനപ്പുറം, ഈ മതിലിനപ്പുറത്ത് ആരെങ്കിലും താങ്കൾ കണ്ടുമുട്ടിയാൽ, എങ്ങനെയുള്ള ഒരാളെ കണ്ടുമുട്ടിയാൽ, യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് സാക്ഷ്യം വഹിക്കുന്നു. എങ്ങനെയാണ് സാക്ഷ്യം വഹിക്കുന്നത്? മുസ്തൈഖിനൻ ബിഹാ ഖൽബു, അതുകൊണ്ട് അവന്റെ ഹൃദയം യഖീനുള്ളവനായ നിലയിൽ, അതിനെ ഉറച്ച് വിശ്വസിക്കുന്നവനായ നിലയിൽ, ഫബശ്ശിർഹു ബിൽ ജന്ന, അങ്ങനെയുള്ള ഒരാളെ താങ്കൾ കാണുകയാണെങ്കിൽ ദാ നിനക്ക് സ്വർഗമുണ്ട് എന്ന് അവന് സന്തോഷ വാർത്ത അറിയിച്ചേക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ യഖീനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലേ സ്വർഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകളിൽ പെട്ടതാണ് എന്ത്? അൽ യഖീൻ എന്നുള്ളത്. ഇത് ഓരോ വിശ്വാസിയും നേടിയെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ പഠിപ്പിച്ചു ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ചില ഹദീസുകളിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമായിരുന്നു. രാത്രി നമസ്കാര വേളയിൽ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുമായിരുന്നു, അള്ളാഹുവേ, സ്വർഗം സത്യമാണ്, അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വമുഹമ്മദുൻ ഹഖ്ഖുൻ വൽ ഖിയാമത്തു ഹഖ്ഖുൻ. ഇങ്ങനെ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാത്രിയിൽ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് രാത്രി നമസ്കാര വേളയിൽ മുസ്ലിംസ് പറയുമായിരുന്നു. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അത് കേവലം ഇബാദാത്തുകൾ എന്ന് പറഞ്ഞാൽ യാന്ത്രികമായ ചില ചലനങ്ങളല്ല, അത് മനസ്സിനെ ബോധ്യപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ചും ഒറ്റക്ക് തനിച്ചിരിക്കുന്ന സമയത്ത് ഇത് മനസ്സിനെ ബോധ്യപ്പെടുത്തുക, ഭാഷകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. ഇതിന് മുസ്ലിം ചെയ്യുമായിരുന്നു. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കേണ്ടത് രാവിലെയും വൈകുന്നേരവും പറയേണ്ട അധികാരങ്ങളിലുള്ള
ഒരു ദിക്റാണ്. റദിയതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. റബ്ബായ അല്ലാഹുവിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു, നീയാണ് എൻ്റെ സൃഷ്ടാവ്, എൻ്റെ ഉടമസ്ഥൻ, എൻ്റെ പരിപാലകൻ. നീ അല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ ആരും തന്നെയില്ല. എന്നെ ജീവിപ്പിക്കുന്നവൻ നീ മാത്രമാണ്, മരിപ്പിക്കുന്നവനും നീയാണ്. രോഗം വന്നാൽ മാറ്റുന്നതും നീയാണ്, രോഗം തരുന്നതും നീ തന്നെയാണ്. ഇത് യഖീനാക്കുക എന്നുള്ളത്. റദിയതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന, ദീനായിക്കൊണ്ട് ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു നീ തന്നിരിക്കുന്ന ഈ ശരീഅത്തിനെ ഞാൻ പിന്തുടരുന്നു. അതെനിക്ക് തൃപ്തിയാണ്, സംതൃപ്തിയാണ്. ഇതല്ലാതെ മറ്റൊരു വ്യവസ്ഥയെയും അതിന്റെ പിന്നാലെയും ഞാൻ പോകുന്നില്ല. മനുഷ്യനിർമ്മിത വ്യവസ്ഥകളുടെ പിന്നാലെ ഞാൻ സഞ്ചരിക്കുന്നില്ല. അള്ളാഹു നീ എനിക്ക് നൽകിയ സമ്പൂർണമായ ശരീഅത്തിന്റെ മുന്നിലുണ്ട്, അതിൽ ഞാൻ സംതൃപ്തനാണ്. അബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായിക്കൊണ്ട് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് മതി, വേറെ ആരും വേണ്ട. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതനുസരിച്ച്, നബിയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ ഞാനിതാ സന്നദ്ധനാണ്. രാവിലെയും വൈകുന്നേരവും പറയുകയാണ് വിശ്വാസി. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, ഈ വാക്യങ്ങൾ ഓരോ നമസ്കാരത്തിന്റെ വേളകളിലും ബാങ്ക് വിളിക്കുമ്പോൾ ഒരു വിശ്വാസി പറയേണ്ടതുണ്ട്. ആരാണോ മുഅദ്ദിൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ ഇപ്രകാരം പറയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വഅന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് റളിതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ നബിയ്യൻ വബിൽ ഇസ്ലാമി ദീന. ഹദീസിന്റെ റിവായത്ത് എങ്ങനെയാണ്? ഇത് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയാൻ നബി നിയമമാക്കിയിരിക്കുകയാണ്. ഇത് ഹൃദയത്തെ ബോധ്യപ്പെടുത്താനാണ്, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്, നമ്മുടെ ഹൃദയത്തെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദാക തഅമൽ ഈമാൻ, ഈമാനിനൊരു രുചിയുണ്ട്, അതിന് മാധുര്യമുണ്ട്. ഈമാനിന്റെ രുചിയെ ആസ്വദിച്ചിരിക്കുന്നു. ആരാണ് ആസ്വദിക്കുന്നത്? മൻ റദിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല. റബ്ബായിട്ട് അള്ളാഹുവിനെ മാത്രം തൃപ്തിപ്പെട്ടവൻ ആരാണോ, ഇസ്ലാമിന് ദീനായി തൃപ്തിപ്പെട്ടവൻ ആരാണോ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി തൃപ്തിപ്പെട്ടവൻ ആരാണോ, അവന് ഇത് ആസ്വദിക്കാൻ സാധിക്കും. ഈമാനിന്റെ രുചി, അതിന്റെ മാധുര്യം അവന് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് അൻ-നവവി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ഖാല സാഹിബു തഹരീർ പറഞ്ഞു, മഅന റദീതു ബിശൈ, ഒരു കാര്യത്തിൽ ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഖനഅതു ബിഹി വഖ്തഫൈതു ബി, അതിൽ ഞാൻ സംതൃപ്തനാണ്, എനിക്കത് മതി എന്നാണ് അതിന്റെ അർത്ഥം. വലം അത്ലുബു മഅഹു ഗൈറ, അവനോട് കൂടെ വേറെ ഒന്നിനെ ഞാൻ തേടുകയില്ല. എനിക്ക് അല്ലാഹ് മതി, അള്ളാഹു എനിക്ക് മതിയായവനാണ്. ഈ എൻ്റെ കാര്യങ്ങൾ നിറവേറ്റാൻ ബദരീങ്ങളുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ മടവൂർ ഷേഖിന്റെ ആവശ്യമില്ല, മുഹ്യിദ്ദീൻ ഷേഖിന്റെ ആവശ്യമില്ല. ഞാൻ അള്ളാഹുവിനെ മാത്രമേ തേടുകയുള്ളൂ എന്നാണ് ഇതിന്റെ അർത്ഥം. ഫമഅനൽ ഹദീസ്, അപ്പോൾ ഈ ഹദീസിന്റെ അർത്ഥം ലം യത്ലുബ് ഗൈറല്ലാഹി തആല, അല്ലാഹു തആലയല്ലാതെ വേറൊരാളെയും ഇനി അവൻ എന്ത് ചെയ്യൂല, തേടുകയില്ല. അള്ളാഹുവിനോട് മാത്രമേ ആയിരിക്കും അവന്റെ തേട്ടങ്ങൾ. വലം യസ്അ ഫീ ഗൈരി ത്വരീഖിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ വഴിയല്ലാതെ മറ്റൊരു വഴി അവൻ തേടിപ്പോവുകയില്ല. ഖിയാമത്ത് നാൾ വരെയുള്ള സകല മനുഷ്യർക്കും, സകല കാലഘട്ടങ്ങളിലും, സകല ദേശങ്ങളിലും, സകല ഭാഷ സംസാരിക്കുന്നവർക്കും ഉചിതമായ നിലയിലാണ് അള്ളാഹു ഈ ദീനിനെ സംവിധാനിച്ചിരിക്കുന്നത്. ഇനി വേറൊരു നിർമ്മിതിയുടെ ആവശ്യമില്ല, വേറൊരു പ്രത്യയശാസ്ത്രത്തിന്റെ ആവശ്യമില്ല, വേറെ ഏതെങ്കിലും മനുഷ്യനിർമ്മിത പ്രസ്ഥാനങ്ങളുടെ ആവശ്യമില്ല, സംവിധാനങ്ങളുടെ ആവശ്യമില്ല. അള്ളാഹുവേ, നിന്റെ ദീനിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, നിന്റെ ദീൻ എനിക്ക് മതി എന്നാണ് അതിന്റെ അർത്ഥം. വലം യസ്ലുക് ഇല്ലാ മാ യുവാഫിഖു ശരീഅത മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനോട് യോജ്യമായ വഴിയിലൂടെ അല്ലാതെ ഞാൻ സഞ്ചരിക്കുകയില്ല. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? നബിയുടെ സുന്നത്തിനോട് യോജിക്കുന്ന ഏതാണോ അതിലൂടെ ഞാൻ സഞ്ചരിക്കുകയുള്ളൂ. വലാ ശക്ക ഫീ അന്ന മൻ കാനത് ഹാദിഹി സിഫതു, ഒരു സംശയവും വേണ്ട, ആരാണോ ഇപ്രകാരം ജീവിക്കുന്നത്, ഫഖദ് ഖലസത് ഹലാവത്തുൽ ഈമാൻ ഇലാ ഖൽബിഹി വദാഖ തഅമ, അവന്റെ ഈമാനിന്റെ മാധുര്യം അവന്റെ ഹൃദയത്തിൽ അവന് ആസ്വദിക്കാൻ സാധിക്കും, അതിന്റെ രുചി അവന് ആസ്വദിക്കാൻ സാധിക്കും എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് സാഹിബു തഹരീറിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അപ്പോൾ യഖീൻ നേടിയെടുക്കുക എന്നുള്ളത് വിശ്വാസിക്ക് അനിവാര്യമാണ്. അതിനുവേണ്ടി നിരന്തരം അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? പരിശ്രമിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്ന ശരീഅത്തിന്റെ നിയമങ്ങൾ, ശരീഅത്തിന്റെ
ഇബാദാത്തുകൾ, നമസ്കാരമാകട്ടെ, രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകളാകട്ടെ, അതേപോലെ തന്നെ ഐച്ഛികമായ നമസ്കാരങ്ങളാകട്ടെ, നോമ്പാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, ഇതെല്ലാം ഈ യഖീൻ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനോട് അകലം പാലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തീരും, അത് രസമില്ലാതെ തീരും, യഖീൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് യഖീൻ ഉണ്ടാക്കിയെടുക്കുക ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകളിൽ പെട്ടതുമാണ് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത നിബന്ധന മൂന്നാമത്തേത് അടുത്ത ദർസിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം അവർക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികൾക്ക് അള്ളാഹു പരിപൂർണ്ണ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ربنا اغفر لنا ولوالدينا كما ربونا صغارا. صلى الله وسلم على نبينا محمد وآله